സംഘത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സ്വാഗത സംഘങ്ങൾ രൂപീകരിച്ചിരിക്കുന്നു, യോഗങ്ങൾ കൂടുന്നു, സ്ഥലങ്ങൾ ഒരുക്കുന്നു. അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണ്? കേരളത്തിൽ ഈ ഹിന്ദു സമ്മേളനം എപ്പോൾ മുതൽ ഉണ്ടായിട്ടുണ്ട്? ഹിന്ദു സമ്മേളനങ്ങൾ കേരളത്തിൽ ജനതയെ എത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്? ഇനി ഈ ഹിന്ദു സമ്മേളനങ്ങൾ എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്? അതിനെക്കുറിച്ച് കിട്ടുള്ളൊരു സംഭാഷണമാണ് നടത്തുന്നത്. അതിന് നമ്മുടെ കൂടെ ഗോപാലകൃഷ്ണനുണ്ട്. അദ്ദേഹം അറിയാം, സീമാ ജാഗരൺ മഞ്ചിൻ്റെ അഖില ഭാരതീയ മാർഗദർശക്കാണ്. നമ്മുടെ സംഘത്തിൻ്റെ പ്രാന്തപ്രചാരക്കായിട്ടുണ്ടായിരുന്നു വളരെ കാലം. അതുകൊണ്ട് കേരളത്തിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഗോപാലകൃഷ്ണനുമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ സംഭാഷണം ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സംഘത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ പരിപാടിയിൽ ഇപ്പോൾ ഇനി നടക്കേണ്ടത് ഹിന്ദു ഏകതാ സമ്മേളനങ്ങളാണ്. അതെല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ നമ്മുടെ ഇതിനനുസരിച്ച് ഉപനഗരം അനുസരിച്ചിട്ടുള്ള സമ്മേളനങ്ങളാണ് നടക്കേണ്ടത്. അതിനുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഈ ഹിന്ദു സമ്മേളനങ്ങളും അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ഒരു ഏകീകരണത്തിനുള്ള അതിൻ്റെ ഒരു പശ്ചാത്തലം കേരളത്തിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് അതിൻ്റെ അങ്ങയുടെ അഭിപ്രായം? ശരിക്ക് ഇന്ന് നമ്മൾ വ്യാപകമായി ഹിന്ദു ഏകതാ സമ്മേളനം, ഹിന്ദു സംഗമം, ഹിന്ദു സമ്മേളനം എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങി 100 വർഷം കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു 100-150 കൊല്ലങ്ങൾക്ക് മുമ്പ് അനുഭവത്തിൽ ഹിന്ദു എന്നുള്ളൊരു സാമാജിക ബോധം ഉണ്ടായിരുന്നില്ല. ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നമ്പൂതിരിയാണ്, നായരാണ്, പറയാനാണ്, പൊലയനാണ്, കൊങ്ങിണിയാണ് എന്ന് പറയുന്ന വിഭജിതമായ ഒരു സാമൂഹ്യ മനസ്സാണ് ഉണ്ടായത്. അതിൽ നിന്ന് നമുക്ക് എന്തായാലും പറയാം, ഈ കഴിഞ്ഞ 150 കൊല്ലമായി ഹിന്ദു എന്നുള്ള ബോധവും ആ ഒരു പദപ്രയോഗവും അതിനനുസരിച്ചതായ ജീവിതശൈലിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഏകീകൃതമായി വന്നു കഴിഞ്ഞു. അതപ്പോ സംഘം വന്നതിന് ശേഷമാണോ? അങ്ങനെ പറയാൻ സാധ്യമല്ല. സംഘം ആ സാഹചര്യത്തിനെ കൂടുതൽ ബലപ്പെടുത്തി എന്നേ പറഞ്ഞുള്ളൂ. ഇപ്പം നമ്മൾ നോക്കിയാൽ ആദ്യമായിട്ട് ഹിന്ദുക്കൾ എന്നുള്ള നിലയിൽ വലിയൊരു സമ്മേളനം നടക്കുന്നത് നമുക്ക് പമ്പയുടെ മണപ്പുറത്താണ്. ചെറുകോൽ പുഴയിൽ ഇന്ന് നടക്കുന്ന ഹിന്ദു സമ്മേളനമാണെന്ന് പറയാം. 113 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ശരിക്കത് അയിരൂർ ഒരു കരയോഗത്തിന്റെ ഉദ്ഘാടന സമ്മേളനമായിട്ടാണ് അത് ആരംഭിച്ചത്. പക്ഷെ അന്ന് സദാനന്ദ സ്വാമികൾ എന്ന് പറയുന്ന കൊട്ടാരക്കരയിലെ സദാനന്ദാശ്രമം സ്ഥാപിച്ചിട്ടുള്ള മഹാത്മാവ്, അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള മഹാപ്രസാദ് ഭാരതി, ആത്മാനന്ദ ഭാരതി എന്ന് പറഞ്ഞ സ്വാമികളും, ചട്ടമ്പുസ്വാമികളുടെ ശിഷ്യനായ തീർത്ഥവാദപരമസ്വ സ്വാമികളും, ഇവരൊക്കെ നേതൃത്വം കൊടുത്ത് അതല്ലാത്ത പണ്ഡിതന്മാരായ ഈശ്വരവിശ്വാസികളായ സന്യാസിമാരല്ലാത്ത വ്യക്തികളും കുറേയൊക്കെ നായർ സമുദായങ്ങളാണെന്ന് പറയാം. കാരണം അതിന് താഴെയുള്ള വിഭാഗങ്ങൾക്ക് ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യവും സാവകാശവും സാഹചര്യം അന്ന് ലഭിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ചേർന്നിട്ടാണ് സത്യത്തിൽ ആദ്യം ഈ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ആരംഭിച്ചത്. അത് മഹാപ്രസാദ് ആത്മാനന്ദ ഭാരതി സ്വാമികളും തീർത്ഥവാദപരം സ്വാമികളും ഒന്നും മൈക്കൊന്നുമില്ല. ഈ മണപ്പുറത്ത് കൂടിയ ജനങ്ങളോട് ഗംഭീരമായിട്ട് ഹിന്ദു സമുദായം ഏകീകരണത്തിന്റെ ആവശ്യകത, ഹിന്ദു സമൂഹത്തിലെ ഈശ്വര സങ്കല്പം, ഇങ്ങനെയുള്ള ആഴത്തിലുള്ള വിഷയങ്ങൾ അത് പ്രഭാഷണം നടത്തി. ശരിക്കും അതിൻ്റെയും ഒരു പ്രേരണാകാരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അവിടെ മണപ്പുറത്ത് നടന്നിരുന്ന മാരാമൺ കൺവെൻഷൻ, അത് ക്രിസ്ത്യാനികൾ വളരെ ഭംഗിയായി കുറെ കാലമായി നടക്കുന്ന ഒരു കൺവെൻഷനായിരുന്നു. അപ്പൊ ഈ മണപ്പുറത്ത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് എന്ന് ഇന്നും പ്രവർത്തിക്കുന്ന, കഴിഞ്ഞ വർഷം സംഘത്തിന്റെ സർസംഘയാളൊക്കെ അതിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നവരുടെ ക്ഷണമനുസരിച്ച് അതാണ് ഒരു സംഘടിതമായ മതസമ്മേളനം എന്ന് നമുക്ക് പറയാം.
അതിനുശേഷം ശരിക്ക് മതപ്രസംഗങ്ങൾ എന്നൊരു വാക്ക് നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ വന്നത് ആഗമാനന്ദ സ്വാമികൾ ക്ഷേത്രങ്ങൾ തോറും അദ്ദേഹം നടത്തിയിരുന്ന മതപ്രഭാഷണങ്ങൾ എന്നന്ന് അങ്ങനെയാണ് പറഞ്ഞത്. ഇന്ന് സാംസ്കാരിക സമ്മേളനം എന്നൊക്കെ പറയുന്ന ധാർമ്മിക സമ്മേളനങ്ങൾ, അതിൻ്റെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രസംഗങ്ങളാണ് ഇപ്പം വീരവാണി എന്ന് പറഞ്ഞ് പിന്നീട് ഇറക്കിയിട്ടുള്ള പുസ്തകം. അപ്പൊ അദ്ദേഹം സംസ്കൃത ഭാഷയുടെ പുനരുദ്ധാരണം, ഹിന്ദുക്കളെ ഏകീകരിക്കേണ്ട ആവശ്യം, ഹിന്ദുക്കളുടെ പ്രപഞ്ച സങ്കല്പം, ഹിന്ദുക്കളുടെ ഈശ്വരവിശ്വാസം, വിഗ്രഹാരാധന, വിവേകാനന്ദ സ്വാമികൾ, ഇങ്ങനെ പല വിഷയങ്ങളും അദ്ദേഹം ഈ സമ്മേളനങ്ങൾ സംസാരിച്ചു. അപ്പോ രമേശൻ ചോദിച്ചതിൽ ഇപ്പോൾ ആണ് ആദ്യമായിട്ട് ഹിന്ദു എന്ന ആശയം, ഹിന്ദു സമ്മേളനം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ പരിശ്രമം വളരെ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് എനിക്കൊന്ന് നമ്മളിപ്പോൾ നടത്തിയ വിശാല ഹിന്ദു സമ്മേളനം കേരളം കണ്ടൊരു വലിയൊരു മഹത്തായൊരു സമ്മേളനം തന്നെയായിരിക്കില്ലേ? അതിൻ്റെ പശ്ചാത്തലം ഒക്കെ എങ്ങനെയായിരിക്കും? അതെ, കുറച്ചുകൂടി പുറകോട്ട് നമ്മൾ പോയാൽ ശബരിമല തീവ്രത്തിന് ശേഷം കേരളത്തിലെ ഹിന്ദുക്കളുടെ മനസ്സിൽ വലിയ വ്യാകുലത ഉണ്ടാവുകയും അന്ന് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കിടയിൽ ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മുതൽ തന്നെ ഈ ബ്രദറൻ സൊസൈറ്റി, ആംഗ്ലിക്കൻ ചർച്ച്, CSI, ബാച്ചലർ എവാഞ്ചലിക്കൽ മിഷൻ, അങ്ങനെയുള്ള സംഘടനകൾ, ക്രിസ്ത്യൻ സംഘടനകൾ വ്യാപകമായി നമ്മുടെ പിന്നോക്ക സഹോദരന്മാർക്കിടയിൽ മതം മാറ്റം നടത്തുന്നുണ്ട്. ഇതിന്റെയൊക്കെ അസ്വസ്ഥതയാണ് നമ്മുടെ അന്നത്തെ സന്യാസി വര്യന്മാരെയും സാമൂഹ്യ പ്രവർത്തകരെയൊക്കെ ഹിന്ദു എന്ന നിലയിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ പ്രേരിപ്പിച്ചത്. അതിനൊക്കെ വളരെ ഹൃദയഭേദകമായ ഒരു സംഭവമായിരുന്നു ശബരിമലയിൽ നടന്ന തീവെപ്പ്. കാഞ്ഞിരപ്പള്ളിയിലെ ചില ക്രൈസ്തവ ധനിക പ്രമാണിമാർ ആ ഭൂമി പിടിച്ചെടുക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി സെന്റ് തോമസിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്ന സ്ഥലമാണെന്നൊക്കെ പലപ്പോഴും പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും ആരും അംഗീകരിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ട്, ആന്ധ്രയിലും കർണാടകത്തിൽ നിന്നൊക്കെ ആയിട്ട് ഭക്തജനങ്ങൾ ധാരാളമായി ശബരിമലയ്ക്ക് വരാൻ തുടങ്ങി. ശബരിമല ഇന്നത്തെ അത്ര പ്രസിദ്ധിയും പ്രചാരവും ആകാരമൊന്നും ഉണ്ടായിരുന്നില്ല, സ്വർണം പൂശലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന്റെ ഖ്യാതി വർദ്ധിച്ചു വരുമ്പോൾ അതിന് വ്യാകുലരായിട്ടാണ് ചില ഗുണ്ടകളെ, മതവിരോധികളായവരെ ഉപയോഗിച്ച് ശബരിമല ക്ഷേത്രം തീവെച്ച്. അപ്പൊ അതിന് എതിരെയുള്ള ഹിന്ദുക്കളുടെ ഒരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു ഹിന്ദു മഹാമണ്ഡലം എന്നത്. NSSന്റെ തലപ്പത്തിരിക്കുന്ന മന്നത്തോത്മനാവനും SNDPയുടെ നേതൃത്വത്തിലുള്ള R ശങ്കറും ഒക്കെ ചേർന്ന് കൊല്ലത്ത് അവർ നടത്തിയ വലിയ സമ്മേളനം സത്യത്തിൽ അന്ന് രാഷ്ട്രീയ സംഘം ഒരു ശിശു പ്രസ്ഥാനമായിരുന്നു. എങ്കിലും പരമേശ്വരജിയൊക്കെ അതിന്റെ അതെ, പരമേശ്വരിയും മാധവജിയൊക്കെ. ഇപ്പൊ മാധവജിയൊക്കെ പറയാറുണ്ട്, ഞങ്ങളൊക്കെ അന്ന് വെറുതെ കസേല പിടിച്ചിരുന്ന ആൾക്കാർ മാത്രമായിരുന്നു. കാരണം അന്ന് കൊല്ലത്ത് 2 ശാഖകളേ ഉള്ളൂ. തിരുവനന്തപുരത്ത് ഒരു ശാഖയുണ്ട്, ആലപ്പുഴയിൽ ഒരു ശാഖയുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ കണക്കിലെടുക്കാൻ മാത്രമുള്ള വലിയൊരു സംഘടനയൊന്നും ആയിട്ടില്ല രാഷ്ട്രീയ സംഘം. പിന്നെ സംഘത്തിൽ നിന്ന് കിട്ടിയ ഹിന്ദുത്വ ബോധം കൊണ്ട് ഹിന്ദുക്കൾക്ക് വന്ന വിപത്തിനെ പരിഹരിക്കുന്ന മറ്റുള്ളവരുടെ പ്രവർത്തനത്തിൽ സഹകരിക്കേണ്ടതാണ് എന്ന ബോധത്തോടുകൂടി അന്നത്തെ നമ്മുടെ മുതിർന്ന പ്രവർത്തകർ ഈ സമ്മേളനങ്ങളൊക്കെ പോയി ഈ കസേര പിടിച്ച നാടകമുണ്ടായി എന്നുള്ളൂ. പക്ഷെ അതൊരു റിയാക്ഷൻ പോലെയായി എന്ന് തന്നെ പറയാൻ നിർത്തി. ഹിന്ദു മഹാമണ്ഡലത്തിന്റെ ഒരുമിച്ച് ചേർന്ന് ഈവരും നായന്മാരും പ്രവർത്തിക്കണം. കാരണം മുഖ്യമായ 2 ജാതി വിഭാഗങ്ങൾ നേതൃത്വവും സംഘടനയും ഉണ്ടായിരുന്ന അവരായിരുന്നു. അതൊക്കെ അധികം കാലം നിലനിന്നില്ല. അതിനെ പൊളിക്കാൻ, ആ ഹിന്ദു ബോധത്തെ ഉപയോഗപ്പെടുത്താൻ പിന്നീട് നടന്ന ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചു എന്നുള്ളത് മാധവജിയൊക്കെ പറയാം. ശബരിമല തീവെപ്പിന്റെ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാതിരുന്നത് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവിതാംകൂറിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇലക്ഷനെ നേരിട്ടതെന്നും അവരെ ഹിന്ദുക്കളെല്ലാം അതിന് അനുകൂലമായി അവർക്ക് വോട്ട് ചെയ്തെന്നും മലബാറിൽ കുറച്ച് സ്വാധീനം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരുവിതാംകൂറിലേക്ക് വ്യാപിപ്പിക്കാൻ അവർ ഈ സമയത്ത് ഉപയോഗിച്ചു എന്നൊക്കെ മാധവജിയൊക്കെ പ്രസംഗിക്കുന്ന കേട്ടു. അപ്പോ രമേശൻ ഇപ്പോ 82-ലെ വിശാല സമ്മേളനം എന്നത് സ്വദേശമായി നിരവധി കാലത്തെ സംഘടനാ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സംഘടിതമായി വളർത്തിയെടുത്ത ഒരു സമ്മേളനമായി. പക്ഷെ അതിനു മുമ്പും ഇങ്ങനെ ഹിന്ദു മഹാമണ്ഡലം എന്നൊരു പരിശ്രമം കേരളത്തിൽ നടന്നിട്ടുണ്ട്. വിശാല ഹിന്ദു സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയും ദേശവ്യാപകമായ ഒരു ഹിന്ദുത്വ ബോധത്തിന്റെ ഒരു
ആലോചന കാണാം. തമിഴ്നാട്ടിൽ മീനാക്ഷിപുരത്ത് കൂട്ടമായിട്ട് നമ്മുടെ പിന്നോക്ക ജാതി സഹോദരന്മാരെ ഹിന്ദുക്കളെ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ നടത്തിയ ശ്രമത്തിനെതിരെയുള്ള ഒരു പ്രതികരണമായിട്ടാണ് വിരാട ഹിന്ദു സമ്മേളനം എന്ന ഒരു ആശയം രൂപപ്പെട്ടത്. അത് ഭാരതത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളും നടന്നു. ഡോക്ടർ കരൺ സിംഗ് മുതലായിട്ടുള്ള ആൾക്കാർ, ചിന്മയാനന്ദ സ്വാമി, അങ്ങനെ വളരെ ഗണമാന്യരായിട്ടുള്ള രാഷ്ട്രീയമായി പല മേഖലയിൽ നിൽക്കുന്നവരും കൂടി നിന്നിട്ടാണ് വിരാട ഹിന്ദു സമ്മേളനങ്ങൾ ആഹ്വാനം ചെയ്തതും നടന്നത്. കേരളത്തിൽ ആ വിരാട ഹിന്ദു സമ്മേളനത്തിന് നമ്മൾ കൊടുത്ത തനി മലയാളമായ പേരായിരുന്നു വിശാല ഹിന്ദു സമ്മേളനം. അന്ന് വളരെയധികം ഭാവനാസമ്പന്നരായിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് വളരെ പരിചയവും അനുഭവമുള്ള മാധവജിയും പരമേശ്വർജിയും, അതുപോലെ തന്നെ അവരുടെ സമ്പർക്കത്തിൽ MKK നായർ, അതുപോലെ AR ശ്രീനിവാസ ചേട്ടൻ, കേരളവർമ്മ രാജ, അങ്ങനെയുള്ള പൊതുരംഗത്തെ സ്വീകാര്യരായ നേതാക്കന്മാരെ. അപ്പോ അന്നത്തെ നമ്മുടെ നിലപാട് വിശാല ഹിന്ദു സമ്മേളനത്തിൽ SNDP NSSും കൂടിയാൽ ഹിന്ദു ആവില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ വിശ്വകർമ്മരും മറ്റേ കൊലയനും പറയനും എന്ന് പറയുന്ന രണ്ട് സംഘടനയുടെ നേതാക്കന്മാർ കൂടിയാൽ ഹിന്ദു ആവില്ല. ഹിന്ദു എന്നുള്ളത് ഇതെല്ലാം ചേരുന്നതാണ്. അതുകൊണ്ടൊരു ഹൈന്ദവ നേതൃത്വം ഈ ജാതിപരമായ വൃത്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളർന്നു വരണം എന്നുള്ള നിലയിലാണ് ഇവരെല്ലാം ഹിന്ദു നേതൃത്വം എന്ന നിലയിൽ അവതരിപ്പിച്ചു. അതിൽ കേരളവർമ്മ രാജയൊക്കെ പിന്നീട് കേരള സാമൂഹ്യ ജീവിതത്തിൽ നമുക്കറിയാവുന്ന ഒരു സ്ഥാനം പിടിച്ചു. AR ശ്രീനിവാസൻ എന്ന് പറയുന്ന അദ്ദേഹം റിട്ടയർഡ് ജഡ്ജിയായിരുന്നു. അദ്ദേഹവും പിന്നീടുള്ള ഒരു ഹൈന്ദവ ആശയങ്ങളുടെ ഒരു ശബ്ദമായി തന്നെ ഉണ്ടായി. മാധവജി പരമേശ്വർജിയൊക്കെ വളരെ സജീവമായി സാമൂഹ്യ രംഗത്തുണ്ടായി. MKK നായർ, സംഘത്തിൽ നിന്ന് നിയോഗിച്ചിട്ടുള്ള R രവീന്ദ്രൻ, ഇങ്ങനെ വിശ്വഹിന്ദുപരിഷത്തിന്റെ പ്രവർത്തനത്തിന് പിന്നീട് അല്ലെങ്കിൽ അക്കാലത്തൊക്കെ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം, ഇവരെല്ലാം ഉണ്ടായി. അപ്പൊ അതിന് താഴത്തെ തട്ടിലൊരു തയ്യാറെടുപ്പ് നടന്നു. ശരിക്കും ഞാനൊക്കെ അന്ന് താലൂക്ക് പ്രചാരകമാണ്. ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്നുള്ളൊരു പാട്ട്, വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പാട്ട് നമ്മളന്ന് ഗ്രാമങ്ങളിൽ പാടി പ്രാദേശികമായി ജനങ്ങളെയെല്ലാം ഒരുമിച്ച് ചേർത്ത് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള താലൂക്ക് ഹിന്ദു സമ്മേളനങ്ങളൊക്കെ നടത്തി. എന്നിട്ടാണ് ഈ എറണാകുളത്തെ അന്നത്തെ വിശാല ഹിന്ദു സമ്മേളനം നടത്തി. അപ്പം വിശാല ഹിന്ദു സമ്മേളനം എന്നത് ദേശവ്യാപകമായി നടന്ന വിരാട ഹിന്ദു സമ്മേളനത്തിന്റെ കേരള പതിപ്പാണ്. അത് ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായ മതപരിവർത്തനത്തിന്റെ ഒരു വെല്ലുവിളിയെ നേരിടാൻ ഹിന്ദു സമൂഹത്തെ സജ്ജമാക്കാനുള്ള ബോധപൂർവമായ ഒരു പരിശ്രമമാണ്. അപ്പൊ അങ്ങനെയൊരു കേരള വ്യാപകമായ ഒരു ഹിന്ദു സമ്മേളനം നടത്താനുള്ള ധൈര്യം, സംഘടനാ ശക്തി, അത് 42 മുതലുള്ള സംഘത്തിന്റെ കേരളത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് 40 കൊല്ലം കൊണ്ട് നമ്മൾ ആർജിച്ചൊരു ശക്തിയാണ്. ഹിന്ദു സമൂഹത്തിന് നമ്മുടെ മുകളിൽ വിശ്വാസമുണ്ട് എന്നും അതിനു മുമ്പുള്ള പല സംഭവങ്ങളിലായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിശാല ഹിന്ദു സമ്മേളനം എന്നുള്ളത് സത്യത്തിലൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു. അതിന്റെ മുന്നോടിയായിട്ട് ഇതുപോലുള്ള ഹിന്ദു മഹാമണ്ഡലം പോലുള്ള പരിശ്രമങ്ങളൊക്കെ മുൻപുണ്ടായിട്ട് വിശാല ഹിന്ദു സമ്മേളനത്തിന് ശേഷവും പിന്നീട് ഹിന്ദു മുന്നണിയായി പരിണമിച്ചു, ഹിന്ദു ഏകതാ സമിതി, ഇങ്ങനെ പലതും. അന്നത്തെ P. രാമചന്ദ്രൻ എന്ന് പറയുന്ന ക്ഷേത്രം സമിതിയിലൊക്കെ നിയോഗിക്കപ്പെട്ട സംഘത്തിന്റെ പ്രചാരക സംഘടനാ സെക്രട്ടറിയായിട്ടൊക്കെ പല പരിശ്രമവും നടത്തിയിരുന്നു. അതിലേറ്റവും വിജയകരമായ ഒരു പരിശ്രമമാണ് രമേശൻ പറഞ്ഞ പോലെ വിശാല ഹിന്ദു സമ്മേളനം നമുക്ക് പറയാൻ സാധിക്കും. നമ്മളിതിൽ ഇപ്പം ഭക്ഷണം പറഞ്ഞു തന്നതിലധികവും കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലാണ് അധികം നടന്നത്. ഉത്തര കേരളത്തിൽ, അതായത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, അവിടെയൊക്കെ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നന്നായിട്ട് പൊതുവെ ഈ മലബാറിന്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സ്വാഭാവികമായ ഒരു പ്രസ്ഥാനം. അതിന്റെ പ്രവർത്തകരായിരുന്നു കേളപ്പജിയും AK ഗോപാലനും ഒക്കെ തന്നെ. ആ പ്രസ്ഥാനം കൂടാതെ ഹിന്ദു സമൂഹത്തെ മലബാറിൽ സ്വാധീനിച്ചിരുന്ന മറ്റൊരു മഹാത്മാവായിരുന്നു വാഗ്ഭടാനന്ദ സ്വാമി. അതുപോലെ തന്നെ നാരായണ ഗുരുദേവന്റെ ശിഷ്യനായിട്ടുള്ള ആനന്ദതീർത്ഥൻ എന്ന് പറയുന്ന ഒരു സ്വാമി, അദ്ദേഹം ആനന്ദ ഷണായി എന്ന് പറഞ്ഞ തലശ്ശേരിക്കാരൻ ഷണായി. അപ്പൊ ഈ വാഗ്ഭടാനന്ദനും അനന്തതീർത്ഥനും അനന്ത ഷണായി രണ്ടും ഒരർത്ഥത്തിൽ ഈ തെക്ക് ഭാഗത്ത് നമ്മൾ കാണുന്ന
ഹൈന്ദവ ആത്മീയ ആശയങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച തരത്തിലായിരുന്നില്ല അവരുടെ പ്രവർത്തനം. വാഗ്ഭടാനന്ദ സ്വാമി വലിയ പണ്ഡിതനായിരുന്നു, വേദാന്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം വിളക്ക് കത്തിക്കുക, സന്ധ്യാമോഹം ചൊല്ലുക, അത്തരം ക്ഷേത്രവിശ്വാസങ്ങൾ, ഇത്തരം ആചാരങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നീട് കടന്നു കയറാനുള്ള ഒരു പശ്ചാത്തലമൊക്കെ ഒരുക്കി കിട്ടിയത് വാഗ്ഭടാനന്ദ സ്വാമിയുടെ അത്തരം ഒരു ആശയത്തിൽ നിന്നാണ്. സത്യത്തിൽ ഇന്നത്തെ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റി സ്വാമിയാണ് സ്ഥാപിച്ചത്. അധസ്ഥിതരായ ജനങ്ങളുടെ ഉന്നമനത്തിലുള്ള സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ആനന്ദതീർത്ഥൻ സ്വാമികളും അദ്ദേഹത്തിന് ആൾക്കാർ കല്ലുവള്ളി സ്വാമി എന്നൂടെ ഒരു പേര് പറഞ്ഞിരുന്നു. പറഞ്ഞാൽ സവർണരെ ചോദ്യം ചെയ്തുകൊണ്ട് ക്ഷേത്രപ്രവേശനം ഇല്ലാത്ത സ്ഥലങ്ങളെല്ലാം പിന്നോക്ക ജാതിക്കാരെ കൂട്ടിപ്പോവുകയും അടിവാങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രവൃത്തി. ആകെ പയ്യന്നൂരിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ബാലാശ്രമം സ്ഥാപിച്ചു, ഒരു ബാലഭവൻ നമുക്ക് പറയാം. അതൊഴിച്ചാൽ നാരായണ ഗുരുദേവനൊക്കെ ജീവിതത്തിൽ പുലർത്തിയിട്ടുള്ള സംഘർഷരഹിതമായി ഹിന്ദുക്കളെ എല്ലാം ഒന്നാക്കി ചേർക്കണമെന്ന ഭാവാത്മകമായ ഒരു സമീപനം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മലബാറിൽ മറ്റൊരു പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത് ആനന്ദമഠം എന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പാലക്കാട് ആലത്തൂര് സ്വാമികളാണ്. അദ്ദേഹവും വിഗ്രഹാരാധനക്കെതിരായി ഈ പാരമ്പര്യമായ നമ്മുടെ ഈശ്വരാരാധനാ സംവിധാനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയും അതിന്റെ പ്രവർത്തനം ചെയ്തു. പാലക്കാട് ഭാഗത്ത് അത് ഉണ്ടായി. ശരിക്ക് തെക്കൻ ഭാഗത്താണ് സദാനന്ദ സ്വാമികളെ പ്രചാരം നേടുകയും കൊട്ടാരക്കര ആശ്രമം സ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും അദ്ദേഹം ചിറ്റൂരുകാരനായ ഒരു മേനോനായിരുന്നു പാലക്കാട്. പക്ഷെ അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ട് മറ്റു പല ആധ്യാത്മിക മഹത്തുക്കളെയും കണ്ടിട്ട് തെക്കൻ ഭാഗത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രമാക്കിയതാണ്. അപ്പം മലബാറിൽ പ്രാദേശികമായി ജാതി വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുള്ള കെട്ടിയാടുന്ന ആരാധനകളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതെ, തെയ്യം തറ എന്നൊക്കെ പറയുന്നു. പിന്നെ ഈ ഹിന്ദുക്കളുടെ എല്ലാ സമുദായ വിഭാഗങ്ങളും ഒന്നുചേർന്ന് ഹിന്ദു എന്ന ഉദ്ഘോഷമൊന്നുമില്ലാതെ ആചാരത്തിന്റെ പേരിൽ യോജിച്ചിരുന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂർ വൈശാഖ ഉത്സവം. അത്ഭുതകരമായ ഒരു ഹിന്ദു ഏകത നമുക്ക് അവിടെ കാണാം. പക്ഷെ ഹിന്ദു എന്ന ഇന്നത്തെ ഈ സാമൂഹികമായ ഒരു ദർശനമൊന്നും അതില്ല. അവിടെ കുറുമാത്തൂർ നമ്പൂതിരി മുതൽ കുറിച്യൻ വരെ എല്ലാവർക്കും പങ്കുണ്ട്. ഈഴവ സമുദായത്തിൽപ്പെട്ടവര് ഇളനീരുമായിട്ട് വരുന്നു, നായന്മാര് നെയ്യുമായിട്ട് വരുന്നു, നെയ്യമൃതം എന്ന് പറയും. ഈ നെയ്ത്തുകാര് അതിനുള്ള തിരിനീരുമായിട്ട് വരുന്നു, വാണ്യന്മാര് വെളിച്ചെണ്ണയായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്ന എല്ലാ സമുദായങ്ങളുടെയും ഒരു പങ്കാളിത്തമുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇവിടുത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. പക്ഷെ അവിടെയും ഹിന്ദു എന്നൊരു ബോധത്തിലല്ല, ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും വരുന്നത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ഈശ്വരഭക്തിയുടെ പേര്. അതുകൊണ്ട് മലബാറിൽ നമുക്ക് രമേശൻ പറഞ്ഞത് ശരിയാണ്, തിരുവിതാംകൂറും ചെറുകോൽ പുഴയിൽ ഹിന്ദുമത പരിഷത്തൊക്കെ രൂപപ്പെട്ടതുപോലെ വാഗ്ഭടാനന്ദ സ്വാമിയുടെ ഗംഭീര വേദാന്ത പ്രഭാഷണങ്ങൾ പുതിയറയിലും കണ്ണൂരിലൊക്കെ നടന്നിട്ടുണ്ട്. നാരായണ ഗുരുദേവനും ആ ഭാഗത്ത് ക്ഷേത്രപ്രതിഷ്ഠകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ തെക്ക് ഭാഗത്ത് നടന്നതുപോലുള്ള ഹിന്ദു സമ്മേളനങ്ങൾ ആകെ നമുക്ക് സംഘത്തിന്റെ ആവിർഭാവത്തോടുകൂടിയാണ് പിന്നീട് അത്തരത്തിലുള്ള സ്വദേശ ഹിന്ദു സമ്മേളനങ്ങൾ നടക്കാൻ തുടങ്ങി. അതിൽ രണ്ട് ഘട്ടങ്ങൾ ഓർമ്മ വരുന്നത്, ഒന്ന് ഈ പോട്ടയിലെ ക്രിസ്ത്യൻ മതപരിവർത്തന കേന്ദ്രം വളരെ പ്രചാരമായി ധാരാളം കള്ളുകുടിയന്മാരെയോ അല്ലെ അവരുടെ കുടുംബത്തിൽപ്പെട്ടവരോ വിഷമനിക്കുന്നവരോ നിങ്ങളെ ഇതൊക്കെ മാറുന്നു പറഞ്ഞിട്ട് ഈ പോട്ടയിൽ ധ്യാനത്തിന് കൊണ്ടുപോകുന്ന വളരെ ലോബി കേരളത്തിൽ പ്രവർത്തിച്ചു. അപ്പൊ ഈ മലബാറിന്റെ പല കുടിയേറ്റ മേഖലയിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഹിന്ദുക്കളെ മതമാറ്റം കൊണ്ടുപോകുന്ന സമയത്ത് പനത്തടിക്കടുത്ത് കള്ളാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വലിയ ഹിന്ദുമേള നമ്മൾ നടത്തി. കള്ളാർ ഹിന്ദുമേള വളരെ വിജയമായി. അപ്പോ അതും അവിടെയുള്ള ഈ ക്രിസ്ത്യൻ ആൾക്കാരുടെ പ്രവർത്തനത്തിന്റെ അസഹ്യത കൊണ്ട് ഹിന്ദുക്കൾ ഒരുമിച്ച് ചേർന്ന് ബോധപൂർവം നടത്തിയ ഒരു സമ്മേളനമാണ്. പിന്നീട് പലയിടത്തും ഇപ്പം വിശാലൻ സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ പ്രധാന ആധുനിക കേന്ദ്രങ്ങളിലൊക്കെ ഹിന്ദു സമ്മേളനങ്ങൾ നടത്തണം എന്ന് പറഞ്ഞ ആഹ്വാനത്തിന്റെ ഒരു പ്രതിസ്ഫുരണം ആയിരുന്നു മുക്കത്ത് അഗസ്ത്യാർമൊഴി എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഒരു പുഴയുടെ തീരത്ത് നടന്ന മുക്കം ഹിന്ദുമേള. അതും കുറെ കാലം നടന്നു.
പിന്നെ ചില മതപ്രഭാഷണങ്ങളൊക്കെ എടുത്തു പറയാവുന്നത് പ്രകാശാനന്ദ സ്വാമികൾ എന്നൊരു മഹാത്മാവ് മലബാറിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ നല്ല പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. തിരുവങ്ങാട്, തലശ്ശേരിയിലെ തിരുവങ്ങാട് പൊതുവെ ഒരു ആഭിജാത്യമുള്ള ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ സംഘത്തിന്റെ ഒരു സാന്നിധ്യവും ആദ്യം മുതലേ ഉണ്ട്. മാധവജിയൊക്കെ അവിടെ കേന്ദ്രമായിട്ടുള്ളത്. തിരുവങ്ങാട് ക്ഷേത്രത്തിലെ 41 ദിവസത്തെ ഉത്സവം, മണ്ഡലകാല ഉത്സവം, അത് സംഘത്തിന്റെ പ്രവർത്തകന്മാർക്ക് തന്നെ ആദ്യകാലത്തെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ വളരെ നല്ല പ്രഭാഷണങ്ങൾ ഈ മണ്ഡലകാലത്ത് മുഴുവൻ നടന്നിരുന്നു. അപ്പൊ പൊതുവെ മലബാറിൽ ഈ തെക്ക് ഭാഗത്ത് നടന്നതുപോലുള്ള വലിയ ഹിന്ദു സമ്മേളനങ്ങൾ ഒരു 100-150 കൊല്ലത്തിന് ഇടയിൽ ഉണ്ടായിരുന്നു തെക്ക് ഭാഗത്ത് ഉള്ളതുപോലെ എന്ന് പറയാൻ സാധ്യമല്ല. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് നിന്ന് വളരെ വേഗത്തിൽ ഒരു ജാഗ്രതമായ മനസ്സിനെ, സാമൂഹ്യ ബോധത്തെ, സ്വാതന്ത്ര്യ ബോധത്തെ, സമൂഹ പരിഷ്കരണ സംഘം ത്വരയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കൽക്കട്ട തീസിസിന് ശേഷം അവർ ഈ മലബാറിൽ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ പെട്ടെന്ന് കോൺഗ്രസിൽ ഉണ്ടായിരുന്നവരെയൊക്കെ തന്നെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പാക്കിയും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാക്കിയും മാറ്റാൻ കഴിഞ്ഞു. പൊതുവെ നിരീശ്വരവാദം അവിടെ പ്രബലമായി പോയി. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാരും കൊച്ചി ഭരിച്ചിരുന്ന രാജാക്കന്മാരും ഹൈന്ദവമായ ഈ ബോധത്തെ പ്രോത്സാഹിപ്പിച്ചതുപോലെ സാമൂതിരിയും ഹിന്ദു വിശ്വാസമൊക്കെ പുലർത്തിയിരുന്നു. പക്ഷേ പോർച്ചുഗീസുകാരുമായിട്ടൊക്കെ കച്ചവട ബന്ധവും അറബികളായിട്ടുള്ള കച്ചവട ബന്ധമൊക്കെ കാരണം നമുക്ക് ഇതുപോലുള്ളൊരു ഹിന്ദു ബോധം തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത് പോലെ മലബാറിൽ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ചില കാരണങ്ങൾ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ഇവിടെ കേളപ്പജിയൊക്കെ തുടങ്ങി വെച്ച തളി ക്ഷേത്രത്തിന്റെ സമരവും അതും ഇതൊക്കെ അവിടെ പൊതുവെ ഹിന്ദു സമൂഹത്തിനെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിന്റെ ഫലമായിട്ടുള്ള ക്ഷേത്ര സംശോധിക്കാൻ? തീർച്ചയായിട്ടും. ഇപ്പൊ മലബാറിലെ ഹിന്ദു ബോധത്തിന്റെ ഉണർവിന് 100% രാഷ്ട്രീയ സ്വയംസേവക സംഘം തന്നെയാണ് ഏറ്റവും അടിത്തറയിലൊരു കാരണമായത്. ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പാണ് മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന അങ്ങാടിപ്പുറത്തിനൊക്കെ അടുത്ത് ഉള്ള ഒരു സ്ഥലത്ത് ഉണ്ണിയാൻ സാഹിബ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്വയം ഈശ്വരഭക്തനായി, വിഷ്ണുഭക്തനായി, അദ്ദേഹം ആര്യസമാജത്തിൽ പോയി ബുദ്ധസിംഗിൽ നിന്ന് ആര്യധർമ്മത്തിലേക്ക് വന്ന് ഹിന്ദുവായി. അദ്ദേഹം രാമസിംഹൻ എന്ന് പേരിച്ചു. അദ്ദേഹത്തിന് അനുജൻ ദയാസിംഹന്. അവരുടെ വീട്ടിന് മുൻപിൽ തകർന്നു കിടക്കുന്നതായ നരസിംഹക്ഷേത്രം അദ്ദേഹം സ്വയം പ്രേരണയിൽ പുനരുദ്ധരിച്ചു. അതിന്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ആ ക്ഷേത്രമൊക്കെ അടിച്ചു പൊളിച്ച് വിഗ്രഹങ്ങളൊക്കെ പൊട്ടിച്ച് ഈ രാമസിംഹനെയും ദയാസിംഹനെയും, ദയാസിംഹന്റെ ഭാര്യ കമലാന്തർജനത്തെയും, വെപ്പുകാരൻ ഭട്ടരെയും, കമലാന്തർജന്റെ അമ്മയെയും ഒക്കെ വെട്ടിക്കൊന്നു. ഈ രാമസിംഹനായി മാറിയ ഉണ്ണിയാൻ സാഹിബിന്റെ ഭാര്യയുടെ അച്ഛന്റെ നേതൃത്വത്തിൽ അന്നത്തെ മുസ്ലിം ഗുണ്ടകളും തീവ്രവാദികളും. അപ്പൊ അതിനെതിരെ പ്രതികരിക്കാനാണ് മലബാറിൽ ഒരു ശബ്ദം ഉണ്ടായിരുന്നില്ല. ഹിന്ദു ആയതിന്റെ പേരിൽ വെട്ടിക്കൊല്ലപ്പെട്ട ഇവരുടെ മൃതശരീരം ഏറ്റുവാങ്ങാൻ പോലും ഒരു ഹിന്ദു നേതൃത്വം ഉണ്ടായിരുന്നില്ല. മഞ്ചേരി രാമരെ പോലുള്ള ചിലരൊക്കെ ചില അഭിപ്രായം പറയാനുണ്ടായിരുന്നല്ലാതെ പൊതുസ്ഥലത്താണ് അവരെ മറവ് ചെയ്യുന്നത്. അപ്പൊ അത് നീങ്ങിപ്പൊട്ടി മനസ്സിൽ കിടക്കുന്നത് പിൽക്കാലത്ത് സംഘത്തിന്റെ പ്രവർത്തനം ഗ്രാമങ്ങളിൽ വളർന്നു വന്നപ്പോൾ ഹിന്ദു എന്നുള്ള നിലയിൽ കോഴിക്കോട് കടപ്പുറത്ത് ശാഖയിൽ വന്ന മുഖ്യന്മാരായ ആൾക്കാർക്ക് വെള്ളിയാഴ്ച ദിവസം കടലിൽ പോയിക്കൂടാ എന്നൊക്കെയുള്ള നിബന്ധനകളെ ചോദ്യം ചെയ്യാൻ പിന്നീട് TN ഭരതൻ എന്ന് പറയുന്ന ഭരതേട്ടൻ സംഘത്തിന്റെ പ്രചാരകമായിട്ടും ജനസംഘത്തിന്റെ പ്രവർത്തനമായിട്ടൊക്കെ പ്രവർത്തിച്ച കാലത്ത് ഈ ഇന്നത്തെ പാളയം പള്ളിയുടെ മുമ്പ് കൂടെ ഹിന്ദുക്കളുടെ ഘോഷയാത്ര നടത്തുന്നതിന് അന്നത്തെ പാളയം അത് ഹിന്ദുക്കൾക്ക് അഭിമാനം ഉണ്ടാക്കാനും മതം മാറിപ്പോയ ഒരു അബലയെ അല്ലെങ്കിൽ ഒരു ഹിന്ദു സ്ത്രീയെ തിരിച്ചു കൊണ്ടുവരാൻ അബലാ സംരക്ഷണ സമിതി എന്ന സംരക്ഷണ സമിതി ഉണ്ടാക്കി നേരിട്ടതും. അതുപോലെ തന്നെ തലശ്ശേരിയിൽ കെട്ടിച്ചെമ്പന്തിയാർ എന്ന് പറയുന്ന ഒരു വക്കീല്, അദ്ദേഹം മാധവജിയുടെയൊക്കെ സഹായിയായിരുന്നു, ചേങ്കിരിജിക്കൊക്കെ സഹായിയായിരുന്നു. അദ്ദേഹം ആമിന എന്നൊരു മുസ്ലിം ആയിപ്പോയ ഒരു ഹിന്ദു സ്ത്രീയെ തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ആഠ്യത്തുള്ള ഒരു വക്കീൽ എന്നുള്ള അദ്ദേഹത്തിന്റെ സാമൂഹ്യ നേതൃത്വം ഉപയോഗിച്ച് അതിന് ഹിന്ദുത്വ ബോധമുള്ള ആളായിരുന്നു കെട്ടിച്ചെമ്പന്തിയാർ. അദ്ദേഹം പിന്നീട് സംഘത്തിനൊക്കെ സഹായിയായിരുന്നു. അപ്പൊ ഈ മലബാറിൽ
സംഘം തുടങ്ങി ശാഖകൾ ആരംഭിച്ച് ജാതിപരമായ അറകളിൽ നിന്ന് ഹിന്ദുക്കൾ എന്ന ബോധത്തോടുകൂടി പാവപ്പെട്ടവരൊക്കെ പുറത്തു വന്ന് മുക്കുവന്മാരും തെങ്ങേറ്റ തൊഴിലാളിയും ഒക്കെ തന്നെ സംഘത്തിനോടൊപ്പം വന്നിട്ട് നമ്മൾ ഒരുമിച്ച് വന്നപ്പോഴാണ് ഈ കോഴിക്കോട് ചുറ്റുമുള്ള പല ഹിന്ദുക്കളുടെ അഭിമാനപരമായ പ്രവൃത്തി നടന്നത്. അതിൽ ഈ അബല സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം, പാളയളം പള്ളിയുടെ മുമ്പിലുള്ള ഘോഷയാത്ര, അതുപോലെ തന്നെ ഈ ബേപ്പൂരിന്റെ കുറച്ചിപ്പുറത്ത് ഒരു ആന്ധ്രക്കാരനായ ഒരു മുതലിയാർ, അദ്ദേഹം ഹിന്ദുത്വാഭിമാനിയായിരുന്നു. നടുവട്ടം വെടിവെപ്പ് എന്ന് പറഞ്ഞ സംഭവം അവിടെയാണ്. അവിടെ ഒരു പള്ളിയുടെ മുമ്പ് കൂടെയുള്ള ഹിന്ദുക്കളുടെ ഘോഷയാത്ര മുസ്ലിങ്ങൾ തടഞ്ഞു. അന്നത്തെ സംഘത്തിന്റെ ചെറുപ്പക്കാരായ പ്രവർത്തകർ ആ ഘോഷയാത്ര സംഘടിപ്പിക്കാൻ പോയി. മുന്നിലിറങ്ങി സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മുസ്ലിങ്ങൾ ആക്രമിച്ചു, അവരെ പോലീസ് വെടിവെച്ചു. അതാണ് നടുവട്ടം സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഈ നടുവട്ട സംഭവം, അബല സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം, പാളയം പള്ളിയുടെ മുമ്പില് അവരുടെ അപ്രഖ്യാപിത നിരോധനാജ്ഞയെ നമ്മൾ തകർത്തത്, ഇതെല്ലാം കോഴിക്കോടിന് ചുറ്റും ഹിന്ദുക്കൾക്ക് ഒരു അഭിമാനം ഉണ്ടാക്കി. ആ ഒരു പശ്ചാത്തലത്തിലാണ് സത്യത്തിൽ കേളപ്പജിക്കും ഈ കോൺഗ്രസിലൊക്കെ ദീർഘകാലം പ്രവർത്തിച്ചതിന് ശേഷം ഗുരുവായൂർ സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത് ഹിന്ദുത്വ ബോധം എല്ലായിടത്തും ഹരിജനോദ്ധാരണം അദ്ദേഹത്തിന് മുഖ്യമായൊരു പ്രവർത്തനമായിരുന്നല്ലോ. ഈ തളിയിലെ വെറും ഒരു കുപ്പയും വൃത്തികേടും കിടക്കുന്ന സ്ഥലത്ത് ഒരു പൗരാണികമായ പീഠവും ശിവലിംഗവും കണ്ട് പുനരുദ്ധരിക്കാൻ അദ്ദേഹം പുറപ്പെട്ടപ്പോൾ അക്കാലത്തെ നമ്മൾ ആദ്യത്തെ ശാഖകളുടെ മലബാറിൽ ഒന്നായിരുന്നു അങ്ങാടിപ്പുറം ശാഖ. അപ്പൊ അതില് നമ്മുടെ CPN-ഏട്ടൻ, അതുപോലെ സംഘത്തിന്റെ പ്രചാരകമായിട്ട് ആ ഭാഗത്തുനിന്ന് പ്രവർത്തിച്ചിരുന്ന വാസേട്ടൻ, പിന്നെ ഇതിനെല്ലാം പുറമെ ആശയപരമായി ഇതിനൊക്കെ പിന്തുണ നൽകുന്ന മാധവജി, അന്നത്തെ സംഘത്തിന്റെ പുറത്ത് വന്നിട്ടല്ലെങ്കിലും പുറകിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന സംഘത്തിന്റെ പ്രചാരകന്മാർ, ഇവരുടെ എല്ലാ ഉപദേശത്തിലാണ് സത്യത്തിൽ കേളപ്പജിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ തളിക്ഷേത്ര സമരം. പിന്നിൽ നിന്ന് തീർച്ചയായിട്ടും സംഘത്തിന്റെ പിന്തുണ അതിനുണ്ടായി. അതാണ് അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. അത് പിന്നീട് തറമൽ കൃഷ്ണനും ഇങ്ങനെയുള്ള പല പൗരപ്രമുഖന്മാരും കോൺഗ്രസ്സുകാരായിരുന്നവരാണ്. അവരെല്ലാം വന്നിട്ടാണ് പിന്നീട് മലബാർ ക്ഷേത്ര സമിതിയും പിന്നീട് കേരള ക്ഷേത്ര സമിതിയായിട്ടൊക്കെ മാറിയത്. അപ്പം മലബാറിൽ നമ്മൾ നടത്തിയ ഹിന്ദു ഏകതാ പ്രവർത്തനം, ശാഖകൾ വഴി ഉണ്ടാക്കിയ ഒരു അഭിമാനബോധം, ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായിരുന്ന അപ്രഖ്യാപിതമായ നിരോധനങ്ങൾ, ഇതിനെയെല്ലാം വെല്ലുവിളിച്ചത്, അതിൻ്റെ ഒരു കൾമിനേഷൻ എന്ന് പറയാം, ഒരു മൂർധന്യമായ ഒരു ഹിന്ദുക്കളുടെ സംഘടിത ബോധത്തിൻ്റെ ഒരു പ്രകടീകരണമാണ് ഈ തളിക്ഷേത്ര സമര വിജയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ നടത്താൻ പോകുന്ന ഹിന്ദു ഏകതാ സമ്മേളനങ്ങളൊക്കെ തന്നെ ശരിക്കും സമാജത്തിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള ഹിന്ദുക്കളെയും അതിൽ പങ്കെടുപ്പിക്കണ്ടേ? എന്നിട്ട് അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നൊരു അനുഭവം എന്തായിരിക്കണം? അപ്പോൾ സത്യത്തിൽ പുതിയൊരു നാമ്പ് കേരളത്തിൽ ഇതിനിടയിൽ ഹിന്ദു ഏകതയുടെ മേഖലയിൽ വളർന്നു വന്നിരുന്നു. അത് മാറാട് നമ്മുടെ പാവപ്പെട്ട ഹിന്ദു സഹോദരന്മാരെ ആധുനിക കാലത്ത് സംഘടിതമായി ലോകശക്തികളുടെ സാമ്പത്തിക സഹായത്തോടുള്ള വളർന്നു വന്ന ഇസ്ലാമിക ശക്തികൾ വളരെ നിഷ്ഠുരമായി 8 ഹിന്ദുക്കളെ കൊലപ്പെടുത്തി. നമുക്ക് മലബാറിലെ ശക്തി അനുസരിച്ച് ഏറ്റവും പൗരുഷശാലികളായ ഈ കടലോര സമൂഹത്തെ ഉപയോഗിച്ച് വേണമെങ്കിൽ ആ തരത്തിൽ നീചമായ ഒരു പ്രതികരണം ചെയ്യാൻ. പക്ഷെ അന്നത്തെ നമ്മുടെ സംഘത്തിന്റെ നേതൃത്വം അന്ന് തീരുമാനിച്ചത് അങ്ങനെയുള്ള ഒരു മൃഗീയമായ പ്രതികരണമല്ല ഇതിന് വേണ്ടത്. ഈ ഒരു നിഷ്ഠുരമായ സംഭവത്തെ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ഉണർത്തുന്നതിനുള്ള ഒരു കാരണമാക്കണം എന്ന് ഉദ്ദേശിച്ചാണ് അന്ന് അവിടെ ചുരുങ്ങിയ പൈസ കൊടുത്ത് ഈ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾ നൽകില്ല എന്നുള്ള ധാർഷ്ട്യത്തോടുകൂടിയുള്ള പെരുമാറ്റവും, അന്ന് മുഖ്യമന്ത്രിയെ തടഞ്ഞ സ്ത്രീകളെ കുറച്ച് മുക്കുവ സ്ത്രീകൾ വന്നിട്ട് ബഹളം കൂട്ടിയാൽ സർക്കാർ കൊടിച്ചു പോകുമെന്നാണോ വിചാരിച്ചത് എന്നൊക്കെ മുരളിയൊക്കെ പറഞ്ഞ സംഭവങ്ങൾ. അപ്പൊ അന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും 2 ഹിന്ദുക്കൾക്കെതിരെ, പിണറായി വിജയനും മുരളിയും തന്നെ, കരുണാകരന്റെ മകൻ. പക്ഷെ നമ്മൾ അവിടെ അമ്മമാര് രംഗത്തിറങ്ങി ഗംഭീരമായിട്ട് ഉപരോധങ്ങൾ നടത്തി. ഈ വെറും 10 ലക്ഷം കൊണ്ടൊന്നും ആവില്ല എന്ന് പറഞ്ഞ് മരിച്ച കുടുംബങ്ങൾക്ക് യോഗ്യമായ ധനസഹായവും ആ കുടുംബത്തിലെ ഒരു അംഗത്തിന് ഗവൺമെന്റ് ജോലിയും എന്ന നിലയിലേക്ക് എത്തിച്ചു.
അതോടുകൂടി ഹിന്ദു ഐക്യവേദി എന്നൊരു പ്രസ്ഥാനം നമ്മൾ വളർത്തിയെടുത്തു. അതിനു മുമ്പേ തന്നെ ഹിന്ദു മുന്നണി എന്നൊന്നുണ്ടായിരുന്നു. വിശാലൻ സമ്മേളനത്തിന് ശേഷം അത് നോൺ പൊളിറ്റിക്കലായി, പിന്നീട് ഒരു പൊളിറ്റിക്കൽ സ്വഭാവത്തിൽ കേരളവർമ്മ രാജയൊക്കെ മത്സരിച്ചു. അത്തരമൊരു ഹിന്ദുക്കളെ രാഷ്ട്രീയമായ ഒരു വേദിയിലേക്ക് കൊണ്ടുപോകുന്നത് ഗുണകരമല്ല. അതിന് മറ്റു പല പ്രസ്ഥാനങ്ങളും ഉണ്ടല്ലോ. അതുകൊണ്ട് സാമൂഹ്യ പ്രസ്ഥാനമായിട്ട് ഹിന്ദു ഏകീകരണത്തിന് വേണ്ടി ഹിന്ദു ഐക്യവേദി രൂപപ്പെടണമെന്ന് വിചാരിച്ചു. കുമ്മൻ രാജശേഖരൻ, പിൽക്കാലത്ത് പിന്നെ ശശികല ടീച്ചർ, ഇന്നിപ്പോൾ മത്സ്യം തില്ലഞ്ചേരി, അങ്ങനെ പലരും ഹിന്ദുക്കൾക്ക് എന്ത് പ്രശ്നം വന്നാലും അത് ചോദ്യം ചെയ്യുന്ന ഒരു സമര സംഘടനയായിട്ട് ഹിന്ദു ഐക്യവേദി രൂപപ്പെട്ടു വന്നത്. അപ്പം ഭാവാത്മകമായി ഹിന്ദുക്കളെ യോജിപ്പിക്കുന്ന ഒരു പ്രവർത്തനം എല്ലാ പഞ്ചായത്തിലും ആവശ്യമാണ് എന്ന് ഉള്ള ഒരു നിലയിലാണ് ഭാരതവ്യാപകമായി 80,000 ഹിന്ദു സമ്മേളനങ്ങൾ നടത്താനുള്ള സംഘത്തിന്റെ തീരുമാനങ്ങൾ എല്ലാ പഞ്ചായത്തും. അപ്പോൾ നമ്മൾ ഇപ്പോഴും നടത്തുന്ന ഈ പഞ്ചായത്ത് സമ്മേളനങ്ങൾ അതിൻ്റെ ഒരു സംയോജകർ മാത്രമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകർ. ഈ രാസത്വരകം എന്ന് ഈ രസതന്ത്രത്തിൽ പറയുന്ന കാറ്റലിക് ഏജന്റ് എന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ടല്ലോ. അപ്പൊ നമ്മളായി തന്നെ നിന്നുകൊണ്ട് ഹിന്ദു സമാജത്തിൽ ഏകീകരണത്തിന് വെമ്പി നിൽക്കുന്ന നമ്മുടെ സംഘടനകളെ, ഹിന്ദു പ്രസ്ഥാനങ്ങളെ, അത് ജാതി പ്രസ്ഥാനങ്ങളെ മാത്രമല്ല, പല നാരായണീയ സമിതികളുണ്ട്, ക്ഷേത്ര കമ്മിറ്റികളുണ്ട്, ഹിന്ദുക്കളുടെ സേവന സംഘടനകളുണ്ട്, പൂര കമ്മിറ്റികളുണ്ട്, പലതുമുണ്ട്. ഇവരെല്ലാം സംയോജിപ്പിച്ച് അതാത് പഞ്ചായത്തിൽ ഒരു നല്ല ഐക്യ സമ്മേളനം നടത്തണം എന്നതാണ് ഇപ്പോഴത്തെ ഈ സമ്മേളനത്തിന്റെ ഉദ്ദേശം. അപ്പൊ ഈ സമ്മേളനം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ വിസിലിനനുസരിച്ച് കുറച്ച് ഹിന്ദുക്കൾ വന്ന് സമ്മേളനം നടത്തുക എന്നുള്ളതല്ല. അവര് തന്നെ സ്വയം മുന്നോട്ട് വന്ന് ഈ സമ്മേളനം നടത്തത്തക്കവണ്ണമുള്ള ഒരു ജാഗ്രതാവസ്ഥ ഉണ്ടാക്കുക. ഒരു ലോട്ടറി ടിക്കറ്റിന്റെ മുകളിൽ അച്ചടിച്ച ചിത്രത്തിൽ ഒരു ശിവലിംഗവും അതിന് മുകളിൽ രജസ്വലയായ ഒരു സ്ത്രീയുടെ രക്തം വീഴുന്നതും അവരുടെ ഈ രക്തം പരന്ന വസ്ത്രം ഇങ്ങനെ അഴയിൽ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ യാതൊരു ഭയവും ഇല്ലാതെ പ്രസിദ്ധീകരിക്കത്തക്കവണ്ണം ഹിന്ദുക്കളെ അപമാനിക്കുന്നതാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നിലവും. അവരെല്ലാം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും സ്തുതിപാഠകരായി അവരുടെ വോട്ടിന് വേണ്ടി നടക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പഞ്ചായത്ത് തോറും ജാതിക്കുപരി മറ്റ് വ്യത്യാസങ്ങൾക്കുപരി ജാതി സംഘടനകളൊക്കെ പറയണ്ടാവും. അവരുടെ ഒന്നും പ്രത്യേകമായ അനുഭാവമോ അല്ലെങ്കിൽ ആഹ്വാനമോ സഹകരണമോ പ്രത്യേകിച്ച് അവരുടെ നേതാക്കന്മാരുടെ ഒന്നും ചില ആഹ്വാനങ്ങളൊന്നും ഇല്ലാതെ തനിയെ അതത് പഞ്ചായത്തിലെ ഹിന്ദുക്കളെല്ലാം ഒരുമിച്ച് വരണം. കേരള വ്യാപകമായി വലിയ പേരുകേട്ട ജാതീയ ഹിന്ദു സംഘടനകൾ ഒക്കെ കാണിക്കുന്ന ചില വളരെ ഒരു ദിവസം എന്ന് പറയും, പിറ്റേ ദിവസം എന്ന് പറയുന്നുള്ള സ്ഥായിത്വമില്ലാത്ത നിലപാടുകൾ. അതുകൊണ്ട് അത്തരം ആൾക്കാരെയൊന്നും നമുക്ക് ആശ്രയിച്ചിട്ട് ഹിന്ദു ഐക്യം ഉണ്ടാക്കാൻ സാധിക്കില്ല. പ്രാദേശികമായി ഹിന്ദുക്കളുടെ മനസ്സിൽ വലിയൊരു ഹിന്ദുക്കൾ ഒന്നാണ് എന്ന ബോധ്യമുണ്ട്. ജാതിക്കുപരി ഒരുമിക്കും വരണമെന്ന ബോധ്യമുണ്ട്. ഇപ്പൊ നടന്ന മാഘമഹാമഹം എന്നുള്ള തിരുനാവായിലെ സമ്മേളനം അതൊരു വലിയൊരു ഉണർവാണ്. തീർച്ചയായിട്ടും 272 കൊല്ലം മുമ്പ് നിരോധിക്കപ്പെട്ടു പോയിരുന്ന ഒരു സാമൂഹ്യമായ ഒരു ഏകീകരണ ആത്മീയമായ പശ്ചാത്തലത്തിലുള്ള ഒരു സംഭവം പുനരാവിഷ്കരിക്കപ്പെട്ടപ്പോൾ വളരെ ആവേശത്തോടുകൂടി ഹിന്ദുക്കളെല്ലാം വന്നു. അവന് ഏത് ജാതി നിന്നും അതിന്റെ ആഹ്വാനമൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഹിന്ദു നേതാക്കന്മാരുടെ ആഹ്വാനം പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊരു ബിംബം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഇത് ഞങ്ങളുടേതാണ് എന്ന് സ്വയം തോന്നിക്കൊണ്ട് ഹിന്ദുക്കൾ ഒരുമിച്ച് വരുന്നു എന്നുള്ളത് വലിയൊരു മാറ്റമാണ്. ലക്ഷക്കണക്കിന്. അതെ. അപ്പൊ അതിന് ഒരു പ്രതിപുരുഷനായി ആനന്ദവനം സ്വാമികള് മുന്നിൽ നിൽക്കാനുണ്ടായി. ശരിക്കും തുരൂർ ദിനേശ് നേരത്തെ അതെ, 2016 മുതൽ തന്നെ പരമേശ്വർജിയൊക്കെ അതിനു മുമ്പേ, മാധവജിയൊക്കെ അതിനു മുമ്പേ ഈ മാമാങ്കത്തിന്റെയും തിരുനാവായയുടെ ഒക്കെ പ്രാധാന്യം പറയാറുണ്ട്. പക്ഷേ ഓരോന്നിനോരോ കാലം വരാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഹിന്ദുക്കളാണ് എന്ന ബോധത്തോടുകൂടി ഒന്നിച്ചു വരാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന അനവധി പേര് ഗ്രാമങ്ങളിലുണ്ട്. അവരുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന് ഒരു സമൂർത്ത രൂപം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സംഘത്തിന്റെ സ്വയംസേവക കർത്തവ്യം. സത്യത്തിൽ ഇത് ജന്മശതാബ്ദി പ്രമാണിച്ച് ഞങ്ങൾ വിളിച്ചു കൂട്ടുന്നതാണ് എന്ന് വലിയൊരു നായകബോധമോ അല്ലെങ്കിൽ ഒരു
അതിന്റെ നേതാക്കന്മാർ ഞങ്ങളാണ് എന്നുള്ള നാട്ടിലൊന്നും സത്യത്തിൽ ആവശ്യമില്ല. നമ്മളെല്ലാം ഒന്നിച്ചു കൂടേണ്ട ഒരു സന്ദർഭമാണെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അതിനൊരു സഹകാരികളായി വർത്തിക്കുന്നു എന്നുള്ള വിനയപൂർവ്വം നമ്മുടെ ശിരസ്കരായിട്ട് സ്വയംസേവി ഏകീകരണത്തിനുള്ള പ്രവർത്തനം നടത്തേണ്ട നല്ല നിലയിൽ അമ്മമാരുടെ പങ്കാളിത്തം. ഇപ്പം കേരളത്തിൽ നാരായണീയം പാരായണ സമിതികൾ വളരെ അത്ഭുതകരമായ ഒരു ശക്തിയാണ്. അമൃതാനന്ദമയമ്മയുടെ ആവിർഭാവത്തിന് ശേഷം ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന അമ്മമാരുടെ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഹിന്ദു എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ സമ്മേളനം വലിയൊരു വിജയമായിരിക്കും. ചുരുക്കം ചില സ്ഥലങ്ങളിൽ 1-ാം തീയതി മുതൽ ഈ സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ വരുന്ന ഞായറാഴ്ചകളിലൊക്കെ ആ സമ്മേളനം തുടരണം. അപ്പൊ സത്യത്തിൽ വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ അന്ത്യജൻ അഗ്രജൻ എന്നിവയുടെ വർണ്ണം വർഗം അരുതിയുടെ സകലരും അമ്മയ്ക്കോമന മക്കൾ ബന്ധുക്കൾ നാം ഒന്നാണ് എന്ന അന്നത്തെ പാട്ടിന്റെ അർത്ഥവും ഭാവനയും ഒട്ടും ചോർന്നു പോയിട്ടില്ല. ഇന്നും ആവശ്യമുണ്ട്. അത് നമുക്ക് ഗ്രാമങ്ങളിൽ എത്തിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഈ സമ്മേളനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ കേരളത്തിൽ മുഴുവൻ അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ഞാനും പല സ്ഥലത്തും ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് ഞാനും പോയിരുന്നു. അവിടെ കാക്കനാടാണ്. അവിടെയുള്ള മിക്കവാറും കുറേ പുതിയ ആളുകളൊക്കെ അതിൻ്റെ രംഗത്ത് പ്രവർത്തനത്തിലുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ മുഴുവൻ ഇത് ഭംഗിയായിട്ട് നടക്കാനും അതിൻ്റെ ഒരു സ്വാധീനം മുഴുവൻ ഹിന്ദു സമൂഹത്തിന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലേ? നമസ്കാരം.